പ്രിയപ്പെട്ട ചോദ്യനക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറയുന്നത്. 2025 വർഷം ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പറയാനുള്ളത്. പുതിയൊരു ദിശാബോധം നിങ്ങൾക്ക് നൽകുന്നൊരു വർഷം കൂടിയായിരിക്കും ഇത്. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ തിരുത്തി പുതിയ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഈ വർഷം അവസരമുണ്ടായി വരുന്നതാണ്. ധനച്ചിലവ് ഏറിയൊരു വർഷമായതുകൊണ്ട് തന്നെ ധനത്തെ അറിഞ്ഞു ചിലവഴിച്ചില്ല എങ്കിൽ ചില ബാധ്യതകൾക്ക് കാരണമായെന്ന് വന്നേക്കാം. വർഷങ്ങളായി പുതിയ സ്ഥലമോ ഭവനമോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഈ വർഷം ഒത്തുവരുന്നതാണ്. വിവാഹം വൈകിയവർക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമുണ്ടായി വരുന്നതാണ്. അനവസരത്തിലുള്ള വാക്കുകളുടെ പ്രയോഗവും അനാവശ്യമായ തർക്കങ്ങളും പ്രേമബന്ധത്തിനിടയിൽ വിള്ളലുണ്ടാക്കാൻ ഇടയാകുന്നതാണ്. ചിട്ടി തട്ടിപ്പ്, ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പ്, ഊഹക്കച്ചവടങ്ങൾ എന്നിവയിൽ ചെന്നുപെടാൻ സാധ്യത കാണുന്നു. ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സ്വത്ത് വിഷയത്തെ സംബന്ധിച്ച് തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നു. പുതിയ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം അവിചാരിതമായ ചില തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടായി വരുന്നതാണ്. വിദേശത്ത് തൊഴിലിനായോ വിദ്യാഭ്യാസത്തിനായോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിയ തടസ്സങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ചില തട്ടിപ്പുകളിൽ ചെന്നു ചാടാനും സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധാപൂർവം മാത്രം അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടായി വരുന്നതാണ്. കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം പുതിയ അവസരങ്ങളും പുരസ്കാരങ്ങളും ലഭ്യമാകുന്നതാണ്. കൃഷി, കന്നുകാലി വളർത്തൽ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗവൺമെന്റിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില ദീർഘദൂര യാത്രകൾ നടത്തുന്നതിനും പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനുമുള്ള അവസരം ഈ വർഷം ഉണ്ടായി വരുന്നതാണ്. ബന്ധുസമാഗമത്തിനും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും ഈ വർഷം അവസരമുണ്ടാകുന്നതാണ്. ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനുമായി ചില ചികിത്സാ മാർഗങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ചോദ്യനക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവയിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പറഞ്ഞിട്ടുള്ളതാകുന്നു. ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അതേപടി സിദ്ധിക്കുന്നതിന് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദോഷഫലങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുന്നതിനായി ഇനി പറയുന്ന ചില പരിഹാര മാർഗങ്ങൾ ചെയ്യാവുന്നതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന, പാൽപായസ സമർപ്പണം എന്നിവ ചെയ്യുന്നതും, ദേവീക്ഷേത്രത്തിൽ രക്തഹാരം സമർപ്പിക്കുന്നതും, ഹനുമാന് വെറ്റിലമാല സമർപ്പണം നടത്തുന്നതും, ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക് എന്നിവ നടത്തുന്നതും, ഗണപതി ക്ഷേത്രത്തിൽ കർഗമാല സമർപ്പണം, ഗണപതി ഹോമം എന്നിവ കഴിപ്പിക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.